ഞാൻ എത്രയോ ദിവസം അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാം ഓർമ്മക്കുറിപ്പുകൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സത്യസന്ധമായ വിവരങ്ങൾ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചിറയൻകീഴ് വളരെ ഇതായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ITA വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഞങ്ങളുടെ ഈ KSOEF DPയുടെ ആദ്യകാല രൂപം, ഞങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മളെ VV ക്ലിനിക്ക് ഇടവഴി വഴി പോകുമ്പോൾ ഒരു സർള ലോഡ്ജ് ഉണ്ടായിരുന്നു. ഈ സർള ലോഡ്ജിലെ 2-ാം നമ്പർ മുറിയായിരുന്നു ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു 10-12 ആൾക്കാരെന്ന് പറയുന്നത്, അവിടുത്തെ ഓരോരുത്തരായിട്ട് ഞാൻ പേര് പറയാം. ഒന്ന് ശശിധരൻ നായർ എന്ന് പറയുന്ന പക്കി ശശി, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നാലുമുക്കിൽ അസീമിനായിരുന്നു അവിടുത്തെ സീനിയാരിറ്റി അസീം. അതുപോലെ തന്നെ മുനിസിപ്പൽ വൈസ് ചെയർമാനായിട്ടിരുന്ന പ്രദീപ്, പിന്നെ ഈ അടുത്ത കാലത്ത് മരിച്ച സാവിത്രി അമ്മയുടെ മകൻ സുഭാഷ്, തുഷാജ്, അതുപോലെ നമ്മുടെ വീരളത്തിൽ താമസിക്കുന്ന ടൗൺ യൂപ്പീസിൻ്റെ അവിടെ താമസിക്കുന്ന പൊക്കം സുരേഷ് കുമാർ. അദ്ദേഹം പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് വലിയ വ്യവസായിയായിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് താമസമാണ്. പിന്നെ നമ്മുടെ ജയകുമാർ, ഫോട്ടോഗ്രാഫർ ജയകുമാർ, ഗൾഫ്. അന്ന് ജയൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ജയൻ തിരുവനന്തപുരത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ ജയൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ഒരു സുരേന്ദ്രണ്ണൻ, അദ്ദേഹമായിരുന്നു മാസ്. അതായത് സൂര്യ പോലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിൻ്റെ 2 യൂണിയനുണ്ടായിരുന്നു, സൂര്യയും മാസും. ആ മാസെന്ന് പറയുന്നതായിരുന്നു അന്ന് വലിയ പ്രാധാന്യമുള്ളത്. മാസെന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറിയായിരുന്നു സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രൻ അവിടെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തെ സുരേന്ദ്രനും പറഞ്ഞ് ഞങ്ങളിപ്പം ഫിലിം സൊസൈറ്റികൾ ആരംഭിച്ചു, വലിയ ഇതായിട്ടിരിക്കുന്നത്, നിങ്ങളൊന്ന് ആരംഭിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ പ്രേരിപ്പിച്ച് ഈ സംഘടനയുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കലാരംഗത്തേക്ക് മാറി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചും ഫ്ലെയിം ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞ പേരിൽ ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 75-ന് മുമ്പാണ് ഈ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഇതിൻ്റെ പണം കിട്ടാനായിട്ടുള്ള പണ്ടുള്ളായിരുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ഗൗരി തിയേറ്റർ, പിന്നെ R&B, അതുപോലെ ഒരു ഹരി തിയേറ്റർ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ TV മൂക്കിൽ ആർക്കൈവ് ഷെഡിൻ്റെ എതിർവശത്തായിട്ട് ഇന്ന് ഹോണ്ടയുടെയും ബുള്ളറ്റിൻ്റെയൊക്കെ ഗോഡൗട്ട് ഷോറൂം കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് മെച്ചക്കടയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഭാഗത്തെന്ന് പറയുന്നത് മറ്റേ R&B എന്ന് പറഞ്ഞ ഇവിടുത്തെ വലിയ വ്യവസായ പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കുട്ടപ്പേണ്ണൻ, ആ കുട്ടപ്പേണ്ണൻ എന്ന് പറയുന്നത് അതിന് ശേഷം എന്ന് പറയുന്നത് ആ നീല ബിൽഡിങ്സ്, അതിനോട് ചേർന്ന ഒരു സ്പെയർ പാർട്ട് കട, വലിയ രീതിയിൽ നടന്ന സ്പെയർ പാർട്ട് കടയായിരുന്നു. അതായത് ആറ്റിങ്ങലിലെ ഏറ്റവും ബിസിനസ് ടൈക്കൂണായ ഈ നീലകണ്ഠ പണിക്കർ, അദ്ദേഹത്തിൻ്റെയാണ് R&B ടെക്സ്റ്റൈൽ, പിന്നെ നീല ടെക്സ്റ്റൈൽസ്, അദ്ദേഹത്തിൻ്റെ മരുമോനിട്ടതാണ് നീല സൂപ്പർ മാർക്കറ്റ്. ആദ്യമായിട്ട് ആറ്റിങ്ങിൽ വരുന്ന ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് നീല സൂപ്പർ മാർക്കറ്റാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മളെ കുട്ടൻ. ഇവരെല്ലാം ഇവരുടെയൊക്കെ അന്ന് ആറ്റിങ്ങി വരുന്ന പ്രമുഖർ, മറ്റേ ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ, സർക്കിൾ, ഇവരെല്ലാം താമസിക്കുന്ന നീല ലോഡ്ജിലാണ്. അവർ മാത്രമല്ല, അന്ന് കഥാപ്രസംഗ ലോകത്തെ 2 അധികായന്മാരെന്ന് പറയുന്ന സാംബശിവൻ, കടാമംഗലം സദാനന്ദൻ. ഇവിടെ എവിടെയെങ്കിലും അടുത്ത പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആദ്യം റൂം എടുക്കുന്നത് നീല ലോഡ്ജിലാണ്. അതുപോലെ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ, DOSP. അതായത് അവിടെ ഈ പാതാണികൾക്കൊന്നും അവിടെ റൂം കൊടുക്കില്ല. ഇവിടെ ആറ്റിങ്ങലത്തെ പ്രധാനപ്പെട്ട പാർട്ടി വ്യക്തികൾക്ക് മാത്രമേ അവിടെ റൂം കൊടുക്കൂ. അതിൻ്റെ താഴെയെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ, R&B നീല ടെക്സ്റ്റൈൽസ്. അങ്ങനെ പ്രഗത്ഭമായിട്ട് നടന്നൊരു സ്ഥാപനമായിരുന്നു. ഇതിൻ്റെയൊക്കെ നല്ല കാലത്ത് അവിടെ, അതായത് നമ്മുടെ കച്ചേരിയുടെ ആദ്യം വരുന്നതെന്ന് പറയുന്നത് തുണിക്കടകളെന്ന് പറയുന്നത് പപ്പനാമുലാളുടെ തുണിക്കട, മുരളി മഹാൾ, അത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കല്യാൺ മറ്റേ ടെക്സ്റ്റൈൽസിൻ്റെ ആദ്യം കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് മറ്റേ കല്യാണിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട്, അതിനോട് ചേർന്നുള്ള സ്ഥലത്താണ്
ഈ CPMൻ്റെ ഓഫീസ് പിന്നെ പ്രവർത്തിപ്പിക്കുന്നത്. ആ ഓഫീസിൻ്റെ താഴത്തെ നിലയിലുള്ള കടകൾ എന്ന് പറയുന്നത് 4 കടകളാണ്. ആദ്യത്തെ കടയെന്ന് പറയുന്നത് അങ്ങാടിക്കട, കേശവയുടെ അങ്ങാടിക്കട. തൊട്ട് അടുത്തതായിരുന്നു മുരളി മഹാൽ, പപ്പനാമ മുതലാളി, ഇവിടുത്തെ ആദ്യത്തെ ഒരു ടെക്സ്റ്റൈൽ അദ്ദേഹത്തിന് പലിശയ്ക്ക് കൊടുപ്പ്, ഇതെല്ലാമായിട്ട് പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയെന്ന് പറയുന്നത് പ്ലക്കാട് കുഞ്ഞമ്മലാളുടെ കട. പ്ലക്കാട് എന്നൊക്കെ പറയുന്നത് വിളിപ്പേരാണ്. ദയവായിട്ട് ഇതിൻ്റെ ബന്ധുക്കളൊക്കെ ക്ഷമിക്കണം, കാരണം ഞാൻ പറഞ്ഞു വന്നപ്പം ഇതൊക്കെ പേര് പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. ഇതിലാരെയും വേദനിപ്പിക്കണമെന്നോ മറ്റോ ഒന്നുമില്ല. പഴയകാല ഓർമ്മകൾ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ പറയുന്നത്, കാരണം ഇനി വരുന്ന ഭാവി തലമുറയ്ക്ക് ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ടൊരു രസകരമായ ഒരു രീതി എന്നുള്ളതല്ലാതെ ഇത് വേറെ ഒരു രീതിയിലും നിങ്ങളിത് കാണരുത്. ചെറിയൻകൂട് ഉള്ള ഒരു ഗുണ്ട എന്ന് പറഞ്ഞാൽ നല്ല ഒരു ധീരനായിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു. വെട്ടൻ സദാശിവൻ എന്ന് പറയും. ഈ വെട്ടൻ സദാശിവൻ എന്ന് പറയുന്ന പാർട്ടി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ മരമുറിപ്പായിരുന്നു. അപ്പോൾ ഒരു മരത്തിൽ ഈ വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും ഇതെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വെട്ടൻ സദാശിവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ പേടിയായിരുന്നു. ആ സമയത്തുള്ള മറ്റൊരു ഈ ചട്ടമ്പിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്തുള്ളതാണ്. ഒന്ന് അലിയാരി ചട്ടമ്പി, വെട്ട സദാനന്ദൻ, ഇങ്ങനെ കുറേ പാർട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു, കുറേ ഗുസ്തിക്കാർ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് ഇപ്പം സമയം കളയുന്നില്ല, സൗകര്യമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഐക്യ സമരം ഇവിടെയൊക്കെ നടക്കുന്ന സമയത്താണ് ഫിലിം സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഈ ഫിലിം സൊസൈറ്റി രൂപീകരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഈ ജയകുമാർ, അതായത് ഗൾഫ് ജയന്, മാസ് ഫിലിം സൊസൈറ്റി, അതായത് പി ഗോവിന്ദപിള്ളയും ചാത്തുണ്ണി മാസ്റ്റർ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ജനശക്തി ഫിലിംസ് എന്ന് പറഞ്ഞൊന്ന് സംഘടിപ്പിക്കും. ഈ സൊസൈറ്റി കൂടാതെ ചലച്ചിത്ര വിതരണവും പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ജനശക്തി ഫിലിംസ് എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിക്കും. ആ ജനശക്തി ഫിലിംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏജൻ്റായിട്ട് നമ്മുടെ ജയകുമാർ കയറി. അപ്പം ജയകുമാർ കയറിയിട്ട് ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മുടെ ജയകുമാറിന് നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കും. അങ്ങനെ ഫിലിം സൊസൈറ്റി നടത്തുമ്പോൾ ഞങ്ങളുടെ സിനിമകളെല്ലാം പ്രദർശിപ്പിക്കുന്നത് ചിലത് ഗൗരി തിയേറ്ററിൽ, ചിലത് ഹരി തിയേറ്ററിൽ 25ഓളം സിനിമകൾ ഞങ്ങൾ പ്രദർശിപ്പിച്ച്. സൈബീരിയൻ അങ്കിൾ, പിന്നെ അതുപോലെ തന്നെ വിയറ്റ്നാം ഇത്, പിന്നെ ഈ സത്യത്തിരയുടെ ഒരുപാട് പടങ്ങൾ, അതുപോലെ മൃഗയ. അപ്പോൾ ഇതിനു വേണ്ടി കുറേ അംഗങ്ങളെ ഉൾപ്പെടുത്തി. ഇലക്ട്രിസിറ്റി ബോർഡിലും ഇതിനുള്ളൊരു 700 അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അംഗങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ഇലക്ട്രിസിറ്റി ഓഫീസെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ തെക്കേഗേറ്റിൻ്റെ അവിടെ, അല്ല നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ അടുക്കുകയാണ് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഓഫീസെന്ന് പറയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നൊരു 50-60 ജീവനക്കാരുണ്ട്. അതുപോലെ തന്നെ കച്ചേരിയിടയിൽ അവിടെ ഉണ്ട് 10-30ഓളം ജീവനക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്ന് പറയുന്നത് ഇതിൽ പലതും ഇടതുപക്ഷ അനുഭാവികളാണ്. അപ്പം ഞങ്ങൾ ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സംഘം തന്നെ ഒരു ഇടതുപക്ഷ സ്വഭാവത്തിലാണ് ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വീണ്ടും ഞാനത് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഇലക്ട്രിസിറ്റിയുടെ കുറേ അട്ടിമറി സമരങ്ങളുണ്ടായത്. PKV അച്യുതമേനോൻ മന്ത്രിസഭയിൽ PKV ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന സമയത്ത് ഈ ഇവിടുത്തെ CITU യൂണിയൻ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സമരം, സാധാരണ തൊഴിലാളി സമരം നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വിജയത്തിനായിട്ട് ശാസ്ത്രാർത്ഥമായിട്ട് എല്ലായിടത്തും നടപ്പിലാക്കുന്ന കാര്യമാണ് പരമാവധി അട്ടിമറി നടത്തും. അപ്പോൾ അങ്ങനെ അട്ടിമറിയുടെ ഭാഗമായിട്ട് ഇവരുടെ പല 11 kV, 33 kV, അങ്ങനെ പല ലൈനുകൾ, വലിയ ലൈനുകളെല്ലാം എന്ന് പറഞ്ഞാൽ പ്രവർത്തന രഹിതമാക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങും. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാർ പിള്ളേർ സെറ്റിൽ നിന്നും ഈ സമരത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കാനായിട്ടുള്ള പാർട്ടി നിയോഗിച്ച വ്യക്തികളിൽ ഒരാൾ ഞാനും മറ്റൊരാൾ അസീമുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം പിള്ളേർ സെറ്റാണ്. അപ്പം ഞങ്ങളൊക്കെ പറഞ്ഞത് പാർട്ടി നിയമന്മാർ ഇതെല്ലാം ചെയ്തു തരും. അപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട് അന്ന് CITUവിൻ്റെ പ്രമുഖ 2 ആൾക്കാരായിരുന്നു. ഒന്ന് അബ്ദുള്ള, അതുപോലെ തന്നെ മണനാക്കിലുള്ള സൈനുലാബ്ദീൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇലക്ട്രിസിറ്റി യൂണിയൻ്റെ പ്രമുഖരായിട്ടുള്ള കക്ഷികളായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു കവിയും സാഹിത്യകാരനുമായിട്ടുള്ള അജിത്തിൻ്റെ ചേട്ടൻ രാജേണ്ണൻ, നമ്മുടെ ഹൈസ്കൂളിൻ്റെ പിന്നിൽ താമസിക്കുന്ന രാജേണ്ണൻ.
പിന്നെ ഒരാൾ നമ്മുടെ ബാലകൃഷ്ണൻ പോറ്റി, അദ്ദേഹം ഒന്ന് ഇലക്ട്രിസിറ്റിയിലായിരുന്നു. പിന്നെ ചിറയൻകീഴ്ക്കാരൻ അഴൂരുള്ളൊരു രാജൻ. ഇത്രയും പേരായിരുന്നു എൻ്റെ സ്ക്വാഡിലുള്ളത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ വന്നിട്ട് പറഞ്ഞ് ഈ ഷൈലാബ്ദീൻ എന്ന് പറയുന്ന പാർട്ടി ഒരു സൂട്ട് കേസുമായിട്ട് വന്ന് നിങ്ങളൊരു 7 മണിക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞു. 7 മണിക്ക് അവിടെ വന്നു. ഞങ്ങളെല്ലാം കൂടെ ഷൈലാബ്ദീൻ്റെ കൂടെ പോയി തോന്നയ്ക്കൽ ഇപ്പുറത്ത് വെച്ച്, ആശാന്താരണത്തിൻ്റെ ഇപ്പുറത്ത് വെച്ച് ഇവർ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഞങ്ങളടുക്കെ പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചാൽ ഗൾഫിൽ നിന്ന് തുണി കൊടുത്തയച്ച് അത് കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന്, കൊടുക്കാനായിട്ട് വന്നതാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട്, നമുക്കാണെങ്കിൽ ഈ പയ്യന്മാർ സെറ്റ് എന്ന് പറയുന്നത് ഞാനും അസീമേ ഉള്ളൂ. ഞങ്ങളവിടെ പോയി ഈ അഴൂരുള്ള രാജൻ്റെ വീട്ടിലാണ് പോയത്. രാജൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അന്ന് ചിറയൻകീഴത്തെ ഒരു നഴ്സാണ്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും ധൈര്യം വരുത്തി. അത് കഴിഞ്ഞിട്ട് പാതിരാത്രി 12 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഭാഗത്തൂടെ ഏലയിലിറങ്ങി. ഏലയിലിറങ്ങിയിട്ട് ആകെ അവരുടെ കൈവശമുള്ളതെന്ന് എല്ലാം കയ്യിലും ഡ്രസ്സുമൊക്കെ മാറിയിട്ട് അവരുടെ രസമെന്ന് പറയുന്നത് ഈ വലിയ ലൈനുകൾ അട്ടിമറിക്കാനാണ്. അപ്പോൾ ലൈനുകൾ അട്ടിമറിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് അവരാദ്യം ഒന്നീ ചങ്ങലെറിയും, അല്ലെങ്കിൽ ഇപ്പോൾ കയറുകൊണ്ട് ചങ്ങലെറിഞ്ഞ് ആദ്യം ട്രിപ്പ് ചെയ്യും. ട്രിപ്പ് ചെയ്തിട്ട് ഈ ലൈനുകളെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും. അങ്ങനെ പല ഭാഗത്തും വഞ്ചിയൂർ, അതുപോലെ തന്നെ ചിറയൻകീഴ് ഭാഗത്ത്, അമനവഞ്ചേരിയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ പലയിടത്തും ഞങ്ങൾ പോയി. ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ പനേലിപ്പറമ്പിൻ്റെ അടുത്ത ഭാഗത്ത് അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ഡൈനാമിറ്റ് വയ്ക്കാനായിട്ട് പോയി ഇതിൻ്റെ തകർക്കാനായിട്ട് ഡ്രില്ല് ചെയ്തിട്ട് ഇത് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ തീ കത്തിയില്ല. അങ്ങനെ അത് കളഞ്ഞ്, പരിപാടി കളഞ്ഞ്. പിറ്റേ ദിവസം പ്രധാന വാർത്ത ഈ അട്ടിമറിക്കാർ പോസ്റ്റ് തകർക്കാൻ ശ്രമിച്ചു. അന്നത്തെ ഇവിടെ IPS ട്രെയിനിയായിട്ടുള്ള പ്രേം രാജ എന്തോന്നും ഒരു പേര് പറയും, ഇദ്ദേഹം 2 ധൈര്യപൂർവ്വം ഇത് നേരിട്ടു എന്നും പറഞ്ഞു. ഒരു കാര്യമല്ല, ഇത് അണഞ്ഞു പോയി. പിന്നെ അത് കത്തിക്കാനായിട്ട് ഞങ്ങൾ നിന്നതുമില്ല. അതായിരുന്നു ഇലക്ട്രിസിറ്റി സമരത്തിൻ്റെ. അപ്പോൾ അതൊക്കെ വന്ന് ഈ പാർട്ടി ക്ലാസ്സുകൾ ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് മറ്റ് രീതിയിലുള്ള മാറ്റം. അപ്പോൾ അതിന് മുമ്പുള്ള രസമെന്ന് പറയുന്നത് ഈ പാർട്ടിയിലേക്ക് സജീവമായിട്ട് വരുന്നതിന് മുമ്പ് ഈ SLC പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും കമ്പനി ആയിരുന്നു എന്നൊക്കെ സീനിയറായിട്ടുള്ള പാർട്ടികളാണ്. അപ്പോൾ അവർ തിരിച്ച് വെള്ളം അടിക്കും. ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഞാൻ കയറാത്ത ഒറ്റ ഷാപ്പിൽ താലൂക്കില്ലായിരുന്നു. ഞാൻ പറയുന്നത്, എനിക്ക് ഈ പറയുന്നതിൽ വേറെ തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇതെല്ലാം എല്ലാ ഷാപ്പുകളിലും പോകും. കാരണം വീട്ടിൽ നിന്നൊന്ന് ആദ്യമായിട്ട് എനിക്കൊരു പ്രതികൂലമായിട്ടുള്ള സ്വഭാവം തോന്നുന്നത് ITയിൽ ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് എന്നെ ജയിലിൽ 3 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട്, അല്ല സബ് ജയിലിലിട്ട്. സബ് ജയിലിലിട്ടിട്ട് എല്ലാ പിള്ളേരെയും അച്ഛന്മാരും ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വന്നു. അപ്പം ഞാൻ അകത്തായ വിവരം ആരോ വന്ന് പ്രസിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛനെ വിളിക്കുന്ന മാനേജർ എന്നാണ്. അച്ഛൻ്റെ അടുക്ക വന്ന് പറഞ്ഞ് ഇങ്ങനെ മോൻ ITA പഠിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ അകത്തായിരിക്കുകയാണ്, അവനെ ജാമ്യത്തിൽ ഇറക്കണം. ഒന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനായിട്ട് അവന് ജയിലിലൊന്നും അയച്ചിട്ടില്ല, എൻ്റെ അടുക്ക പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അകത്താക്കി അവന് വേണമെങ്കിൽ ഇറങ്ങി വരട്ടെന്ന് പറഞ്ഞു. അല്ലാതെ എന്നെ പോലീസ് സ്റ്റേഷനിലൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ പിള്ളേരും 10-24 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ബാക്കി എല്ലാ രക്ഷകർത്താക്കളും വന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യർ വന്നില്ല. അപ്പോൾ എൻ്റെ മാനസികമായിട്ട് എന്നെ ഇത് വളരെ തളർത്തി. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ശരി, പിന്നെ നമുക്ക് ലൈസൻസ് തന്നില്ലേ. ഞാൻ ഇതുമായിട്ട് നിന്നിട്ടെന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നു എൻ്റെ ജീവിത ഇതെന്ന് പറയുക. മിക്കവാറുമുള്ള എല്ലാ ഷാപ്പുകളിലും പോകും കമ്പനിക്കാരുമായിട്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ITയിൽ വന്നത്. ITയിൽ ഞാൻ വന്നിട്ട് അന്ന് ആരെയും ഞാൻ പേര് പറയുന്നില്ല. ITയിലെ ചില സാറന്മാരെന്ന് പറഞ്ഞാൽ താഴെ ഒരു കള്ള് ഷാപ്പ്, ഒരു ചാരായ ഷാപ്പുണ്ട്. കള്ളെന്നാണ് വച്ചിരിക്കുന്നത്, അവിടെ ഉണ്ട്. അപ്പോൾ IT എന്നിട്ടിരിക്കുന്ന കൊട്ടാരത്തിലുണ്ട്, വലിയൊന്ന് കൊട്ടാരത്തിൽ. ഞാനന്ന് ചേർന്നത് എനിക്ക് ആദ്യം കിട്ടിയ മോട്ടോർ മെക്കാനിക്കാണ്. അപ്പം നോക്കിയപ്പം കാണാം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള പെമ്പിള്ളേരൊക്കെ ഉള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഷീറ്റ് മെറ്റലാണ്. 22 പെമ്പിള്ളേരും 4 ആൺപിള്ളേരേ ഉള്ളൂ. അന്നത്തെ വിചാരിച്ച് ആ പ്രായത്തിൽ വിചാരിച്ച് ചെറുതായിട്ട് മറ്റിടത്തും പോട്ടല്ലോ, ഇവിടെ പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ ക്ലാസ്സിൽ ഞാൻ ചേർന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സഹായി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ അന്ന് അവിടെ SFI ആണ് കൂടുതലുള്ളത്. അന്ന് വരെ ഞാൻ വളരെ രാഷ്ട്രീയമായിട്ട് സജീവമായിട്ട് വന്നിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ മോഹനമുരളി എന്ന് പറഞ്ഞാൽ TV മുക്കി ആണ് അദ്ദേഹം ഇപ്പം താമസിക്കുന്നത്, ടാക്സിയൊക്കെ ആയിട്ട്. അദ്ദേഹം എന്ന് പറയുന്ന വളരെ സജീവമായിട്ട്
അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറായിരുന്നു. വലിയ രീതിയിൽ നല്ല തൻ്റെ ഇടത്തോടുകൂടി അത് കാര്യത്തിനെ ഫേസ് ചെയ്യും. പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് സുരേന്ദ്രൻ, വഞ്ചിയൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പം അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്ന ഊളൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഊളൻ സുരേന്ദ്രൻ അദ്ദേഹം പിന്നെ ഇലക്ട്രിസിറ്റിയിൽ ജീവനക്കാരനായിട്ട് മാറി ഒരുപാട് നാളിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം സുഖജീവിതം വാർദ്ധക്യമായിട്ട് സുഖജീവിതം അദ്ദേഹം നയിക്കുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ കൂടെയാണ് ഇതിൻ്റെ. പിന്നെ ഒരു കൃഷ്ണകുമാറുണ്ടായിരുന്നു, മാമത്താൻ. കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ഇപ്പം തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇങ്ങനെ ഫിറ്ററിൽ, വെൽഡറിൽ, ഷീറ്റ് മെറ്ററിലൊക്കെ ഉള്ള ഈ പാർട്ടികൾ. അപ്പം ഞങ്ങളുടെ ഗ്യാങ്ങായിരുന്നു അവിടുത്തെ ഏറ്റവും ശക്തമായ ഗ്യാങ്. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ പുറവശത്ത് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്ഥലത്താണ് ഒരു ക്യാൻറ്റീനുള്ളത്. ഈ ക്യാൻറ്റീൻ നടത്തുന്ന നമ്മളെ ശിവൻകോവിലിൻ്റെ അടുക്കുള്ള ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ സാറുമാരെന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ ആളുടെ പേരുകളൊന്നും പറയുന്നില്ല, 2 സാറുമാർ മാനസികമായിട്ട് ഞങ്ങൾ അടുപ്പമുള്ള 2 സാറുമാരുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഈ ITയുടെ ഇൻസ്ട്രക്ടറുടെ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ടർക്ക് ഏത് കുട്ടി വേണമെങ്കിലും ഔട്ടാക്കാം. പിന്നെ തിരിച്ച് ഇങ്ങനെ വിചാരിച്ചാൽ അകത്ത് എഴുതാൻ പറ്റും. അപ്പം പരീക്ഷയ്ക്ക് എഴുതുന്ന മാർക്ക് കൂടാതെ സെക്ഷൻ മാർക്കുണ്ട്. ആ സെക്ഷൻ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഒരാൾ ജയിക്കൂ, ഈ എൻജിനീയറിംഗ് കോളേജിലെ പോലെ. അങ്ങനെ ഞാനവിടെ ചെന്നു, ഞങ്ങൾ ചെന്നു, ഈ ഇതായിട്ടൊക്കെ നിന്നു. ഈ ഒരു എൻ്റെ കൂടെ ഷീറ്റ് മെറ്ററിൽ നിന്ന് ഒന്ന് ജയചന്ദ്രൻ, അവനഞ്ചേരിയിൽ താമസിക്കുന്ന ഒരു ജയചന്ദ്രൻ, മറ്റേ തുളസി, ഒരു ഈപ്പൻ, ഇങ്ങനെ സുരേന്ദ്രൻ, ഇങ്ങനെ കുറേ പേര്, ആമ്പിളെന്ന് പറഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശസ്ത കായിക താരമായ ഇന്ദിര പൂവമ്പാറ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഇതൊക്കെ നടക്കുന്നുണ്ട്, ബലിയിടൽ കർമ്മമൊക്കെ നടത്തുന്നതിൻ്റെ മുകളിലായിട്ട് താമസിക്കുന്ന ഇന്ദിര, അന്നത്തെ ഏറ്റവും ഗേൾസ് ഹൈസ്കൂളിലായിരുന്നാലും ശരി, സ്കൂളിലായിരുന്നാലും ശരി, അന്നത്തെ ഏറ്റവും വലിയൊരു കായിക താരമായിരുന്നു ഇന്ദിര. ആ ഇന്ദിര എന്ന് പറയുന്നത് എല്ലാം ഹൈ ജമ്പായിരുന്നാലും ശരി, ഓട്ടമായിരുന്നാലും ശരി, ഒരു ഷൈനിങ് താരമായിരുന്നു ഇന്ദിര. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ആ പഴയ മറ്റേ ഭീമ ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടിപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, ഒരു ഈ സ്റ്റാൻഡ് മാനേജർന്ന് പറയും. അന്നത്തോടെ ഈ പ്രൈവറ്റ് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു വിടാനായിട്ടൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഇവരെല്ലാം കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്റ്റാൻഡ് മാനേജർ. ആ സ്റ്റാൻഡ് മാനേജറുടെ മോള്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഒരു ഷെർലി ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടെയുള്ള TB ജംഗ്ഷൻ അടുക്കെയുള്ള പഴയ റേഷൻ കട മുതലാളി വാസുണ്ണൻ്റെ സഹോദരൻ്റെ മകൾ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ ആയിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പട്ടളയുള്ള ഒരു ശ്യാമള, പിന്നെ ഒരു സുശീല, ഇങ്ങനെ ഒരുപാട് പേര്. മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. കാര്യം എന്തെങ്കിലും പറയുമ്പോഴത്തെ അടിയും പിടിയും, വേറെ രീതിയിലല്ല, മാനസികമായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഗ്യാസ് സമരം വന്നത്. ഈ ഗ്യാസ് സമരം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു അരവിന്ദാക്ഷ മേനോനായിരുന്നു പ്രിൻസിപ്പൾ. ഇങ്ങനൊരു നെഗറ്റീവ് അപ്രോച്ച് എടുത്തു. അങ്ങനെ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ച് അതിനെ തുടർന്ന് 3 ദിവസം ഇതെല്ലാം അവസാനം പ്രിൻസിപ്പളിനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ആ കൊട്ടാരം, ഇന്നത്തെ വാട്ടർ സപ്ലൈ കിടക്കുന്ന കൊട്ടാരത്തിൽ അദ്ദേഹത്തിനെ ആക്കിയിട്ട് 4 വാതിൽ ഞങ്ങൾ പട്ടിയിലുകൊണ്ട് ആടിയടിച്ച് അകത്താക്കി. അതിനെ തുടർന്നാണ് ഈ പോലീസ് വരുന്നതും ടോം ജോസഫ് കണ്ടുവരുന്ന സബ് ഇൻസ്പെക്ടർ ഞങ്ങളെ 10-24 പേരെ നേരെ കൊണ്ടുപോയപ്പോഴത്തെ എനിക്ക് മനസ്സിലായി ഇറങ്ങാൻ ആരും വരില്ല. ജാമ്യത്തിന് വെച്ചിട്ട് ഞങ്ങളെല്ലാം ജാമ്യം നിഷേധിച്ച്. അങ്ങനെ 3 ദിവസം സബ് ജയിലിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിറങ്ങിയിട്ട് ഈ ഒരു അവസ്ഥയായതുകൊണ്ട് ഞാൻ വീണ്ടും ഇത്തിരി കൂടിയ രീതിയിലേക്ക് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ വിഭിന്നണ്ണനായിരുന്നു. വിഭിന്നൻ ഹൈസ്കൂളിൽ പഠിച്ച വലിയ വിഭിന്നണ്ണൻ. ഈ വിഭിന്നണ്ണനും ഞാനും തമ്മിലെന്ന് പറയുന്നത് ഒരു 6-7 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ അത് കമ്പനിയായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കമ്പനിയായിട്ട്, ഞാനുണ്ട്, പിള്ളേർ സെറ്റ് എല്ലാം കൂടെ വരും. ഞങ്ങൾ വല്ല അമ്പലം നടക്കുന്ന, ഇപ്പം സാമ്പത്തികൻ്റെ കഥാപ്രസംഗം, കടാമംഗലത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ, അവിടെയൊക്കെ പോവും. ഒരുമാതിരി അഴിച്ചുവിട്ട പോലെയാണ് എൻ്റെ ജീവിതം. അവിടെ ചെല്ലും. അതുപോലെ തന്നെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു, ദിലീപ്. അവൻ പിന്നെ മരിച്ചുപോയി, നമ്മുടെ കുഴിമുക്കിലുള്ള. അപ്പം ഞങ്ങളെല്ലാം കൂടെ പോവും. അങ്ങനെ ആകെ താറുമാറായിട്ടുള്ളൊരു വൈഫ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പാർട്ടിയിലേക്ക്, IT കഴിഞ്ഞ് പാർട്ടിയിലേക്ക് വരുന്നത്. അത് നമ്മുടെ അസീമിൻ്റെയും ശ്രീവത്സൻ്റെയൊക്കെ പ്രേരണ മൂലമാണ് പാർട്ടിയിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്യാമ്പെന്ന് പറയുന്നത് സെല്ലാ ലോഡ്ജിലേക്ക് മാറും. അപ്പോൾ സെല്ലാ ലോഡ്ജിലേക്ക് മാറുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ വരുന്നത്.
അടിയന്തരാവസ്ഥ വന്നപ്പോഴത്തേക്ക് എല്ലാം ഞങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു അസീമിനൊക്കെ അകത്തായി ബാക്കിയുള്ളവരായിട്ട് കിടക്കുന്നു. അപ്പം വേറെ പ്രവർത്തനം ഒന്നും നടക്കില്ല. അപ്പം ഞങ്ങൾ കാലത്തെ വരും, അവിടെ ഇരുന്ന് ചീട്ട് കളിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് ആരെയും കാൽ കാശ് കാണുമില്ല. എല്ലാം കൂടെ നുള്ളിപ്പറക്കി കൊണ്ടുപോയി അന്ന് വീതി കണിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ശങ്കരേണ്ണൻ്റെ ചായക്കട അവിടെയായിരുന്നു. അപ്പൂസൊക്കെ ഇട്ടിരുന്ന കടയൊക്കെ അവിടെയാണ്. ഈ കടകൾ കാണും. പിന്നെ ഇതിൻ്റെ താഴെയെന്ന് പറയുന്നത് നമ്മളെ പാറുവെക്കൻ്റെ കട. അങ്ങ് വീതി കണിക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു കട, പണ്ട് റീസ സാറൊക്കെ താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ കട ഏറ്റവും താഴെയാണ്. അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം വിശപ്പടിച്ച് തുടങ്ങും. വന്ന് വല്ല ചായയും വടയൊക്കെ തിന്നാനായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ വരുമ്പോഴത്തേക്ക് കാണാം അവിടുത്തെ ഒരു കടയുടമ പറഞ്ഞ് പറ്റയ്ക്ക് ഒരുപാടായില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വേറെ ആളൊക്കെ പോലെ ഞങ്ങൾക്കത് വലിയ ക്ഷീണമായിട്ട് തോന്നി. ആ ക്ഷീണമായിട്ട് തോന്നിയപ്പോഴത്തേക്ക് അന്ന് ഞങ്ങളുടെ കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ ബഷി, തുഷാജ്, സുഭാഷ്, പൊക്കം സുരേഷ്, ജയകുമാർ, പിന്നെ അട്ടക്കുളം ശശി, സാഗർ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു സെറ്റ്, നല്ലൊരു സെറ്റുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് ബങ്ക് സുമാരൻ. അപ്പം ഞങ്ങൾ വന്നിട്ട് ആലോചിച്ച് ആളുകളുടെ മുമ്പ് വെച്ച് ഈ പറ്റി പറഞ്ഞത് ശരിയല്ലല്ലോ, അതിനൊരു പണി കൊടുക്കണമല്ലോ. അങ്ങനെ ആലോചിച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ചെയ്ത പരിപാടി, ഈ നാലുമുക്കിലെ കടയിലേക്ക് ഹോട്ടലിലേക്ക് പാല് കൊണ്ടുവരുന്ന വെളുപ്പാങ്കാലത്തെ 5:30-6 മണിയാകുമ്പോൾ പാലും കൊണ്ട് ഒരാൾ വരും. അപ്പോൾ അന്ന് ഹൈസ്കൂളിൻ്റെ താഴെയുള്ള, ഇന്നിപ്പം കോളേജിൻ്റെ താഴെയുള്ള ഒരു കാവുണ്ട്. ആ കാവിൻ്റെ താഴെയാണ് ഈ അഡ്വക്കോട്ടുകാരുടെ കുറേ ഈ എരുമകളെ കെട്ടുന്ന സ്ഥലം. അങ്ങനെ ഈ ബഷീർ എടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട്, അപ്പോൾ ഈ ലോഡ്ജിൻ്റെ താഴെ കൂടെ ഈ കാവിൻ്റെ അവിടെ ഇറങ്ങാം. ഞങ്ങൾ പരിപാടി ഇട്ടിട്ട് ഈ ബഷീറുടെ പുറത്ത് മുഴുവൻ ഒരു കറുത്ത ജെട്ടി ഇടിച്ചിട്ട് അസ്ഥികൂടം പോലെ വരയ്ക്കും. ഈ അസ്ഥികൂടം പോലെ വരച്ചിട്ട് ഇയാൾക്കൊരു പണി കൊടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ കാവിൻ്റെ അകത്ത് ഇവനെ ആക്കും. കാലത്തെ ഒരു 5:30-6 മണിയായപ്പോഴത്തേക്ക് ഈ ചായക്കട മുതലാളി പാലുമായിട്ട് വന്നപ്പം കാണാൻ എന്നും പറഞ്ഞിട്ട് ചാടിക്കൊടുക്കും. ചുരുക്കം ഇയാൾ പാലുമൊക്കെ ഇട്ടിട്ട് തിരിച്ച് ഓടിയിട്ട് ഏകദേശം ഒരാഴ്ചയോളം പിന്നെ കടയിൽ വന്നിട്ടില്ല. ഈ നിമിഷം വരെ ഈ കാര്യം എന്ന് പറഞ്ഞവർക്ക് ആർക്കും അറിഞ്ഞും കൂടാ. അതുപോലെ തന്നെ വേറെ ഈ വീളി കിണക്കിൻ്റെ അച്ചായൻ, ഒരു കോട്ടയത്തങ്ങണ്ടുള്ളൊരു പുനലൂരുള്ളൊരു അച്ചായൻ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചായ ഈ സെല്ലാ ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ കുറേ മാത്രം മരച്ചിനി നട്ടിരുന്നു. ഇത് അച്ചായ അറിയാതെ ഒരു രാത്രി നമ്മൾ പുഴുങ്ങി അവിച്ചിരുന്നു. പിന്നെ ചേർത്തലക്കാരൻ രവി എന്നും പറഞ്ഞൊരു കാതിയനുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഇതൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് നടക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥ വരുന്നു, ഇവരെല്ലാം അകത്താകുന്നു. അതിന് ശേഷമാണ് അവിടെ നമ്മളെ എന്നെ ഞാൻ പാർട്ടിയിൽ പോകുന്നു. ഞാൻ ഹെഡ് റോഡിൻ്റെ ചാർജായിട്ട്, ഇവിടുത്തെ CITUവിൻ്റെ ചാർജായിട്ട് എന്നെ നിയമിക്കുന്നു. അപ്പോൾ ഹെഡ് റോഡ്, നാലുമുക്കിലെ ഹെഡ് റോഡ് യൂണിറ്റ്, കച്ചേരികളിലെ ഹെഡ് റോഡ് യൂണിറ്റ്, ചന്ദ്രറോഡിലെ ഹെഡ് റോഡ് യൂണിറ്റ്, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ തോട്ടികളുടെ സെക്രട്ടറി, അതുപോലെ ഇവിടുത്തെ ചായക്കട തൊഴിലാളികളുടെ യൂണിയൻ സെക്രട്ടറി, അങ്ങനെ CITUവിൻ്റെ ചാർജായിട്ട് എന്നെ നിയമിക്കുന്നു. എന്നെ പാർട്ടി സെലക്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഞാനിത് നോക്കുമ്പോൾ ഞങ്ങൾ സജീവമായിട്ട് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഇവിടുത്തെ അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സുകുമാരൻ എന്നാണ്, സാമ്പിൾ സുകുമാരൻ. പിന്നെ പങ്കെണ്ണുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഈ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നതിൻ്റെ സജീവ ചാർജ് എന്ന് പറയുന്നത് ഒന്ന് മാർത്താണ്ഡൻകുട്ടിയാണ്, താലൂക്ക് സെക്രട്ടറി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് സുകുമാരനാണ്, കൗൺസിലർ. ഞങ്ങളെപ്പോലുള്ള ആദ്യമായിട്ട് പാർട്ടി LC മെമ്പർമാരായിട്ട് വരുന്നതെന്ന് പറയുന്നത്, ആ പാർട്ടി LC മെമ്പർമാരായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രായപ്പൻ നായർ, സുഗുണൻ, ചെറുകിടം സുകുമാരൻ, മൻസൂർ. പിന്നെ വരുന്നത് അസീമാണ്, ആദ്യമായിട്ട് വരുന്ന അസീം നാലുമുക്കിലെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ശ്രീവത്സൻ അന്ന് KSYFിൻ്റെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എന്നെയും കൂടെ LC മെമ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത്. LC മെമ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന ഈ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഹെഡ് റോഡിൻ്റെ ചാർജ് എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഹെഡ് റോഡിൻ്റെ ഇവിടുത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ചായക്കട തൊഴിലാളികൾ, ബാക്കിയുള്ള എല്ലാ വർക്കേഴ്സിനും എല്ലാം ഈ CITUവിൻ്റെ യൂണിയൻ്റെ കീഴിലാണ് വരുന്നത്. കാരണം ഹെഡ് റോഡിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് എന്നെ
ഇത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അന്ന് ഹെഡ് റോഡിൻ്റെ ഇവിടുത്തെ CH-ൻ്റെ വലിയൊരു ഇതെന്ന് പറയുന്നത് ഹനീഫ എന്ന് പറയും, വർക്കലത്തെ. ആ ഹനീഫ സാറിന് എൻ്റെ അടുക്ക വലിയ കാര്യമായിരുന്നു. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ ഒരു കലാചന്ദ്രിക എന്ന് പറയുന്നൊരു മാസിക നടത്തിക്കൊണ്ടിരുന്നു. ഈ മാസികയുടെ പ്രവർത്തനങ്ങളുമായിട്ട് പ്രകാശം അവശയായിട്ട് കിടക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതാനായിട്ട് ഞാനും ശ്രീ M പുരവൂരും, കലാചന്ദ്രിക മാഗസീനിൻ്റെ അതിൻ്റെ ചീഫ് എഡിറ്റർ M പുരവൂരും ഞാനുമായിട്ട് പല ദിവസങ്ങളിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു. ഈ പ്രകാശൻ്റെ പാരിപ്പള്ളിയിലുള്ള വീട്ടിൽ. അതുപോലെ തന്നെ പ്രതാപൻ എന്ന് പറയുന്നത് ആ കാലത്ത് ഈ ആനത്തലവട്ടം ആനന്ദനൊക്കെ വരുന്നതിന് മുമ്പ് ചിറയൻകീഴത്തെ ഏറ്റവും വലിയ ധീരനായ സഖാവായിരുന്നു AK പ്രതാപൻ, നിർമ്മല പ്രതാപൻ. ഇന്നത്തെ ആർക്കും അതിനെക്കുറിച്ചൊന്നും വലിയ അറിവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെയൊക്കെ വീട്ടിൽ പോയി കണ്ട് പഴയ കാര്യങ്ങൾ ഞാൻ എത്രയോ ദിവസം അധ്വാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാം ഓർമ്മക്കുറിപ്പുകൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സത്യസന്ധമായ വിവരങ്ങൾ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചിറയൻകീഴ് വളരെ ഇതായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്.